ഏറ്റവും ടഫസ്റ്റ് പേപ്പർ ആയിരുന്നു ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാമിന്റെ. അതിൽ 609 മാർക്ക് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. 150 പേര് ഇവിടെ പഠിക്കുന്നത്. 18 പേർക്ക് MBBS കിട്ടി. സ്ത്രീകൾ തുടങ്ങിയിട്ട് എവിടെ വരെ പോകും നോക്കാം എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അവരെ മുന്നിൽ ഇവരിങ്ങനെ നെഞ്ചി ഇടിച്ച് നിൽക്കാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ലക്ഷ്യവും സ്വപ്നമൊക്കെ ഭയങ്കര വലുതായിരിക്കും. അപ്പൊ വർക്ക് ചെയ്യണോടത്താണ് ഒരു ലാഗ് വരും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കുറെ മൊഡ്യൂളും കുറെ ക്വസ്റ്റ്യൻസ് ഇയാൾ കണ്ടുവിട്ടു. അതൊക്കെ തന്നെയാണ് എക്സാമിന് ഹെൽപ്പ് ചെയ്തത്. ഒരു നല്ല ഡോക്ടറായിട്ടും പിന്നെ നമുക്ക് ഇന്ത്യ മനുഷ്യരായിട്ടും ഒക്കെ നമുക്ക് വരാൻ പറ്റും. നമ്മൾ കളയുന്ന സമയം മറ്റുള്ളവർ ഇത് പഠിച്ച് നമ്മുടെ ഫ്രണ്ടിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ടയിൽ അവിടെ സിനി ഉജ്ജ്വല ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലാണ്. അവിടേക്കാണ് വന്നു കൊടുത്തിട്ടാ. ഞങ്ങള് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. 2 വർഷം മുന്നേ ഒരു പാവ ഒരു അച്ഛനമ്മയും നമ്മളെ കാണാൻ വന്നു നമ്മുടെ വീട്ടിലേക്ക്. എന്നിട്ട് കാണാൻ വന്നിട്ട് അവരെന്തിനാ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മോള് ലക്ഷ്മി, ആ കുട്ടിക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, MBBS പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പഠിപ്പിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. അവരെ ഈ സിനി ഉജ്ജ്വല എന്ന് പറഞ്ഞ ഈ 2 ടീച്ചർമാർ ആ കുട്ടീനെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് ആ കുട്ടിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടി MBBS. അങ്ങനെയാണ് ഇവരെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവരെ കുറിച്ച് അറിയണതും. പിന്നെ നമ്മളിവിടെ വന്നിട്ട് അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അതിലേറെ സന്തോഷത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും റിസൾട്ട് കിട്ടി ഇവരുടെ ഈ കൊച്ചു സ്ഥാപനത്തിൽ ഈ 2 അമ്മമാർ കൂടി, 2 ടീച്ചർമാരെന്നുള്ളതിലുപരി 2 അമ്മമാരാണ് ഇത് കൊണ്ട് നടക്കണം. നമ്മൾക്ക് നമ്മുടെ മക്കളെ അമ്മമാരെ നോക്കണ പോലെ തന്നെ നമ്മുടെ മക്കളെ അവർ ടേക്ക് കെയർ ചെയ്ത് അവരെ, അതായത് വെറുതെ ഇങ്ങോട്ട് പഠിപ്പിച്ച് റാങ്ക് വാങ്ങിക്കാന്നുള്ളതിലുപരി ഓരോ കുട്ടിക്കും ഒരു കാലിബർ ഉണ്ടാവും, അവർക്കൊരു കഴിവുണ്ടാവും. 1ാം റാങ്ക് കിട്ടുക എന്നുള്ളതല്ലല്ലോ. ആ കുട്ടിക്ക് കഴിവ് എന്താണോ അതിൻ്റെ മാക്സിമത്തിലേക്ക് ആ കുട്ടീനെ എത്തിക്കാനായിട്ടുള്ള ഹെൽപ്പ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും റിസൾട്ട് ഇവർക്ക് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. മാത്രമല്ല കേരളത്തിൽ 25ാമത്തെ റാങ്ക് കിട്ടിയിരിക്കുന്നത്. അത് ഇവിടുത്തെ സിനി ടീച്ചറുടെ മകനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊരു അമ്മയുടെ സ്ഥാപനത്തിൽ മോൻ പഠിച്ചിട്ട് മോന് ടോപ്പ് റാങ്ക് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ആ കുട്ടിയെ എയിംസിൽ ചേർത്തിയിട്ട് ആ കുട്ടീനെ തൃശ്ശൂരിൽ 1ാമൻ ആദിനാഥ് നമ്മുടെ സിനി ടീച്ചറുടെ മോനാണ് കേട്ടോ. 609 മാർക്ക്, അതായത് ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ടഫസ്റ്റ് പേപ്പറായിരുന്നു ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാമിൻ്റെ. വളരെ ടഫായിരുന്നു പേപ്പർ. അതിൽ 609 മാർക്ക് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. അത് ഈ കുട്ടി നേടിയിരിക്കുകയാണ്. 25ാമത്തെ റാങ്കും ആൾക്ക് ഓൾ ഇന്ത്യയിൽ 843, കേരളത്തിൽ 25ാം റാങ്കും വാങ്ങിച്ചു. പിന്നെ അത് മാത്രല്ല 150 പേര് ഇവിടെ പഠിക്കുന്നത്. അതിൽ എത്ര പേര്? 18 പേർക്ക് MBBS സീറ്റ് കിട്ടി. 90 ഈ 150 പേരിലെ 90% പേരും പ്ലേസ്ഡ് ആണ്. വിവിധ എഞ്ചിനീയറിംഗിൽ 10 കുട്ടികൾക്ക് അങ്ങോട്ട് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ കിട്ടി. അപ്പം അങ്ങനെ ബാക്കിയൊക്കെ അവരെന്നെ പറഞ്ഞു തരും കേട്ടോ. അവർക്ക് അത്രയ്ക്ക് സന്തോഷത്തിലാണ് അവർ നിൽക്കണത്. 10,000 പഠിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 200-300 പേർക്ക് എന്താ പറയാ മെറിറ്റിൽ സീറ്റ് കിട്ടുന്നേക്കാളും എത്രയോ ഗംഭീരമായിട്ടുള്ള ശതമാനമാണ് ഇത്. നോക്കിയൊക്കെ സക്സസ് റേറ്റ് ഭയങ്കര കൂടുതലല്ലേ. 150 പേരിന്ന് 18 പേർക്ക് മെറിറ്റിൽ MBBS കിട്ടാന്ന് പറയണത്. ഇവരെ പറ്റിയിട്ട് ആർക്കും അധികം കേരളത്തിൽ അറിയില്ല എന്നുള്ളതാണ്. അതന്നെ, ഇവരെ അറിയില്ല എന്നുള്ളതാണ്. ഞങ്ങള് മുഖേന കഴിഞ്ഞ വണ്ടി അറിഞ്ഞതുകൊണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ ഒരു കൗതുകം എന്ന് പറയണത് ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ സ്ഥാപനത്തിൽ മകന് ഉയർന്ന റാങ്ക് കിട്ടി എന്നുള്ള ഒരു വലിയൊരു കൗതുകം. അതെ. അപ്പൊ നമുക്കിനി ആ ടീച്ചർമാരെ കാണാം. ബാക്കി കാര്യങ്ങൾ ഇവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പറയും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാം കേട്ടാ. 2020 തുടങ്ങിയ സ്ഥാപനമാണ്. പക്ഷേ 5 വർഷമായിട്ടുള്ള സ്ഥാപനം എന്നുണ്ടെങ്കിലും ഈ ടീച്ചർമാർക്ക് അതിനു മുൻപ് 10-20 വർഷം വലിയ പേര് കേട്ട കോച്ചിങ് സെന്ററുകളിൽ നിന്നിട്ടുള്ള പരിചയം വെച്ചിട്ടാണ് അവർ തുടങ്ങിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് മുന്നേ അറിയാം കേട്ടോ. അന്ന് 2 വർഷം മുന്നേ വന്നിട്ടുള്ളതല്ല. അന്ന് ഇവരായിട്ട് സംസാരിച്ചിട്ട്. അപ്പോൾ 2 പേരും സിനി ടീച്ചറും ഉജ്ജ്വല ടീച്ചറും എല്ലാ വർഷവും റിസൾട്ട് വരുമ്പോൾ ഇവർ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. കാരണം നല്ല സക്സസ് റേറ്റ് തന്നെ ഈ സ്ഥാപനത്തിന് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇക്കൊല്ലം വളരെ സന്തോഷത്തിലാണ്. കണ്ട 2 പേരും മുഖം കണ്ടാലറിയാം. ഞങ്ങൾ 2 വർഷം മുൻപ് വരുന്നതിനേക്കാളും 2 പേരും ഭയങ്കര ചെറുപ്പമായി ഇപ്പോൾ ഒന്നും കൂടി. ആ സന്തോഷം കൊണ്ട് ആ സന്തോഷം ശരിക്കും മുഖത്ത് കാണാം. അപ്പോൾ ഇനി ഇവർ തന്നെ പറയും എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസിൽ ഇവർ 2 പേരും ഒരു അഭിമാന നിമിഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും സക്സസ് റേറ്റ് ഇപ്രാവശ്യം നമ്മുടെ സ്ഥാപനത്തിന് തന്നെയാണ്.
അതുപോലെ തൃശ്ശൂരിലെ ഏറ്റവും ടോപ്പ് റിസൾട്ട് ഇപ്രാവശ്യം സീനിയർ ലുജില ക്ലാസ്സസിന് തന്നെയാണ്. ആക്ച്വലി 2025 നീറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. അപ്പൊ 25 ലക്ഷത്തോളം സ്റ്റുഡൻസ് എഴുതിയ പരീക്ഷയിലെ 1000ന്റെ ഉള്ളിൽ ഞങ്ങളുടെ കുട്ടി വന്നു എന്നുള്ളത് ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. 843 ആയിരുന്നു റാങ്ക്. കേരള റാങ്ക് ഞങ്ങൾക്ക് 25 അതും ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവും കോൺഫിഡൻസും കൂട്ടുകയാണ്. ഇവര് തുടങ്ങണ സമയത്ത് ഈ 2 സ്ത്രീകൾ തുടങ്ങിയിട്ട് ഇത് എവിടെ വരെ പോകും നോക്കാം എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അവരെ മുന്നിൽ ഇവരിങ്ങനെ നെഞ്ചി ഇടിച്ച് നിൽക്കാണ് ഇപ്പോ. അതെ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മാത്രം ഞങ്ങളുടെ 4 കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രം 10 പേരും അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. തൃശ്ശൂരത്തെ കാര്യം മാത്രമാണ് പറഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ, എറണാകുളം എല്ലാ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിലും 90% കുട്ടികളും പ്ലേസ്ഡ് ആണെന്ന് പറയുമ്പോ എന്നെ മനസ്സിലാക്കി കൂടെ അല്ലേ? അതെ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ എയിംസ് നാഗ്പൂര് നമ്മുടെ പ്രസൻസ് എത്തിച്ചു കഴിഞ്ഞു. അഡ്മിഷൻ മകൻ ആദിനാഥ് ഇവിടെ ആളിവിടെ ഉണ്ടായിരുന്നു, കണ്ടതാണ്. അപ്പൊ ആളെ വിളിക്കാട്ടോ, നമുക്ക് കാണിക്കാം. അപ്പൊ ദേ ആദ്യം വന്നിട്ടുണ്ട്. അഡ്മിഷൻ ഒക്കെ എടുക്കല് കഴിഞ്ഞു. ഇനി എന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം? 1-ാം തീയതി സെപ്റ്റംബർ 1-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ആദ്യം ഓറിയന്റേഷൻ ക്ലാസ്സിലായിരിക്കും. പിന്നെ പ്രോപ്പർ ക്ലാസ് ഒരു 15-ാം തീയതി ആയിട്ട് തുടങ്ങും. ഇതേ നമ്മള് ഇത്രയും കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷനൊക്കെ കിട്ടി അല്ലെങ്കിൽ ടോപ്പ് റാങ്കിൽ വന്നു, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ കുട്ടികളെല്ലാം ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു വന്നിട്ടുള്ള കുട്ടികളാണ്. LP തൊട്ട് തന്നെ നമ്മൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, CBSE പഠിച്ച അല്ലെങ്കിൽ ICSE പഠിച്ചവർക്കാണ് ഇങ്ങനെയുള്ള നീറ്റ് JEE പോലെയുള്ള എക്സാമുകളിലൊക്കെ ടോപ്പ് റാങ്കിൽ എത്താൻ പറ്റുള്ളൂ എന്ന്. അതിനെ പാടെ പൊളിച്ചെഴുതുകയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ. ഈ എയിംസിൽ ഇപ്പൊ ചേർത്തില്ലോ, ഫീസ് ഒന്ന് പറയോ അവിടുത്തെ? എയിംസിലെ ഫീസ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് 5356 രൂപ മാത്രമാണ്. അതുപോലെ കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ BSc നഴ്സിംഗിന് 3500 സംതിങ് രൂപ ഫീസ് വരുന്നുള്ളൂ. നമ്മുടെ കുട്ടികൾ അതൊക്കെ അറിയണം. ഒരുപാട് ഫെസിലിറ്റീസും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും ഫെസിലിറ്റീസ് ആണ് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് തരുന്നുണ്ട്. കഴിവുള്ളവർക്ക് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ എത്താവുന്നതേ ഉള്ളൂ. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അയ്യോ എനിക്ക് കിട്ടില്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടാ. അപ്പൊ കണ്ടില്ല, ഇവരൊക്കെ നമുക്ക് അതിനൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന ഇതാണ് ഇവിടെയൊക്കെ. പിന്നെ JEE-ല് എത്ര? JEE-ലും 99.9% ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒട്ടുമിക്ക നീറ്റ് ടോപ്പേഴ്സും JEE ടോപ്പേഴ്സും കൂടിയാണ്. അതെ, അതാണ് ഇവരെ സന്തോഷത്തിന്റെ കാരണം. ഇപ്പൊ മനസ്സിലായില്ലേ? അതുപോലെ നമ്മുടെ ഐസർ, നൈസർ, RIT, IIIT, CET അതുപോലെയുള്ള എല്ലാ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്മൾ കുട്ടികളിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ വിജയം തന്നെയാണ് ഞങ്ങളുടെ വിജയം. അതെ, തീർച്ചയായിട്ടും. ആ കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് അവരെ കാണാം. അപ്പൊ അവര് തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയും. ഇവിടെ പഠിച്ചിട്ടുള്ള എന്റെ ഭീഷണിപ്പെടുത്തി അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളതാണോ അല്ലേ? നമുക്ക് ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, സ്ഥിരം ഒരു ആംബുലൻസ് ഉണ്ട് സ്ഥാപനത്തിന്, ബോധം കെട്ട് വീഴുന്ന കുട്ടികളെ കൊണ്ടുപോകാൻ, അങ്ങനെയൊക്കെ. സത്യത്തിലിപ്പോ നീറ്റും JEE മാത്രല്ല, ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. BSc നഴ്സിംഗ്, അതുപോലെ തന്നെ ICIR എന്ന് പറയും, CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. അപ്പോ അവിടെ എഞ്ചിനീയറിംഗ്, ഒരു MBBS ഇത് മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തില് അല്ലെ? അച്ഛനമ്മമാർക്കായാലും കുട്ടികൾക്കായാലും ഒരു ഇതൊന്നും. അതെ, അപ്പൊ അവിടേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും. ഓരോ കുട്ടിയുടെയും കഴിവിന്റെ മാക്സിമത്തിലേക്ക് എത്തിക്കാനാണ് സത്യത്തിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവരെ ബോധവൽക്കരിക്കും വേണം. ഓരോ കോഴ്സും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അതിന് ഓരോന്നിനും ഓരോ ഹാർഡ്ഷിപ്സ് ഉണ്ട്. ഓരോ കുട്ടിക്ക് എത്രമാത്രം അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യും, അവരെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. കുട്ടികളും അതിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം. കാരണം അവർ പഠിക്കുമ്പോ തന്നെ ഒരു 10th കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു 10th തൊട്ടോ അവരതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങണം. കാരണം നമ്മളൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുക പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഹൈ ആണ്. അപ്പൊ ആ കോമ്പറ്റീഷനിലേക്ക് അവർക്ക് എത്തിക്കണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണ ഒരു ടീമും മെന്റേഴ്സ് ഒക്കെ കൂടെ വേണം. അതും ഒരു വലിയ കാര്യം തന്നെയാണ്. ഇതിപ്പോ 2020 തുടങ്ങിയ സ്ഥാപനല്ലേ? അപ്പൊ അന്ന് മുതലേ നമ്മള് സക്സസ് റേറ്റില് മുന്നിൽ തന്നെയാണ്. കാരണം നമുക്കൊരു ഹാൻഡ്ഫുൾ ഓഫ് സ്റ്റുഡൻസ് ആണല്ലേ. അപ്പൊ നമുക്ക് അത്രമാത്രം അവരെ പേഴ്സണലി കെയർ ചെയ്യാൻ. ആദ്യമായിട്ടാണോ എയിംസില്? അല്ലല്ല, ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ബാച്ചിൽ തന്നെ മംഗളഗിരി എയിംസിൽ ഞങ്ങളുടെ അർജുൻ പണിക്കർ ഇപ്പൊ ഇനിയിപ്പോ ഹൗസ് സർജൻസിക്കും കയറും. അതെ, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഈ വലിയൊരു ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കാനോ ഒരു സ്പെഷ്യൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ? അത് സീക്രട്ട് ആണോ? പറയാൻ പറ്റുമോ?
സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സീക്രട്സ് ഉണ്ടായിരിക്കും, എന്നിരുന്നാലും കോമൺ ആയിട്ട് കുറെ കാര്യമുണ്ട്. 80% എന്ന് പറയുന്നത് സ്റ്റുഡന്റിന്റെ വില്ലിങ്നെസ്സും അവന്റെ കൺസിസ്റ്റൻസിയും തന്നെയാണ്. പക്ഷെ ആ വില്ലിങ്നെസ്സും കൺസിസ്റ്റൻസിയും ബൂസ്റ്റ് ചെയ്യണതിൽ നമുക്ക് ടീച്ചേഴ്സ് വലിയ റോൾ ഉണ്ട്. അതുപോലെ തന്നെ ടീച്ചർമാര് ഭയങ്കര എക്സ്പെർട്ട് ആയിട്ട് കുട്ടിക്ക് കഴിയില്ലാണ്ട് കാര്യമില്ല. അതേസമയം കുട്ടി കഴിവുണ്ടെങ്കിലും അവനെ കറക്റ്റ് ഗൈഡ് ചെയ്ത് അങ്ങോട്ട് എത്തിക്കാൻ ആൾക്കാർ വേണം, കൊണ്ടുപോകാനും. അതൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ശരിയായ രീതിയിൽ തന്നെ പഠിക്കണം. ഒരു കുട്ടി ഒരുപാട് സമയം ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ട് നടക്കില്ല. ഒരു ടീച്ചറുടെ റോള് വലുതാണ്. അവരുടെ അക്കാഡമിക് കണ്ടന്റും അവരുടെ ഡൗട്ട്സും വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ്, അവരുടെ ഫാസ്റ്റ് ടൈമിങ്സ്, ഇതെല്ലാം മാനേജ് ചെയ്യിക്കാൻ നല്ല ക്ലോസ് മോണിറ്ററിങ് വേണം. അപ്പൊ കുറച്ച് കുട്ടികളാകുമ്പോൾ നമുക്ക് അവരെ കൃത്യമായി കറക്റ്റ് ചെയ്യാൻ പറ്റും. അവർ 10 മിനിറ്റ് ലേഗായി വരുന്നുണ്ടോ, കറക്റ്റ് ടൈമിൽ എക്സാം ഫിനിഷ് ചെയ്യുന്നുണ്ടോ, അപ്പൊ അത്തരം കാര്യങ്ങൾ. അതുപോലെ മെന്റലിയും ഇവർ ഒരുപാട് വീക്കാവുന്ന ചില സമയങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ അവരെ ഒന്ന് പുറത്ത് തട്ടി ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ മതി. അത് അത്രമാത്രം അവർക്കൊരു ബൂസ്റ്റിംഗ് ഉണ്ടാവുന്നതായിട്ട് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളങ്ങനെ അനലൈസ് ചെയ്യും. ഓരോ കുട്ടിയുടെയും കൂടെ ഇരുന്നിട്ട് അവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഞങ്ങൾ അനലൈസ് ചെയ്യും. അവർക്ക് വേണ്ട കറക്ഷൻസ് നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കും. ഓരോ സബ്ജക്റ്റിലും ടീച്ചേഴ്സ് അങ്ങനെ ഒരു ടീച്ചർ മെന്ററും ഉണ്ട്, അതുപോലെ ഒരു ഓഫീസ് മെന്ററും ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പാരന്റ്സിനെ അറിയിക്കും. എന്നിട്ട് അവരുടെ കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഈ കൊറോണ കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് ഒരു അറ്റൻഷൻ സ്പാൻ കുറവുള്ളതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ലക്ഷ്യവും സ്വപ്നമൊക്കെ ഭയങ്കര വലുതായിരിക്കും. അപ്പൊ വർക്ക് ചെയ്യണോടത്താണ് ഒരു ലാഗ് വരുന്നത്. അപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ചില സീക്രട്സ് ഒക്കെ അപ്പൊ നമുക്ക് ആ 4 പേരെ കാണാം. ഇവരാണ് ആ 4 പേര്. 4 കുട്ടികൾക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മാത്രം സീറ്റ് കിട്ടി എന്ന് പറഞ്ഞല്ലോ. ഒരു 4 പേര്. ഇതിലത്തെ ആരാ 2 പേര് സേക്രഡ് ആർട്സിൽ പഠിച്ചവര്? ഇവർ 2 പേരും തൃശ്ശൂർ സേക്രഡ് ആർട്സിൽ പഠിച്ച കുട്ടികളാണ് കേട്ടോ, സ്റ്റേറ്റ് സിലബസ്. അതുപോലെ ഇവർ 2 പേരും മോള് പഠിച്ചത് ഞാൻ പർപ്പൂർ സെന്റ് ജോൺസ് സ്കൂളിലാണ് പഠിച്ചത്. എന്താ പേര്? അനുഗ്രഹ. നല്ല പേര്. എവിടെ പഠിച്ചേ? ശാരദാ മഠത്തിലാണ് പഠിച്ചത്, പുറനാട്ടുകാരാ. അപ്പൊ ഇവരുടെ എക്സ്പീരിയൻസ്, ഇവരിവിടെ പഠിച്ചതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇവര് തന്നെ പറയും. ഒട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. അതെന്താന്ന് ശരിക്കും പഠിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ എക്സാംസ് ഒക്കെ എഴുതാണെങ്കിലും ഒക്കെ അങ്ങനെ കറക്റ്റ് അവരുടെ ഷെഡ്യൂൾ ഭയങ്കര നല്ലതായിരുന്നു. ഇപ്പോൾ ഒരു ജനുവരി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ എക്സാം. ആ എക്സാം തന്നെയാണ് ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചത്. സീനിയർ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞ ഒരു പേര് മാത്രമല്ല, അതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കെയർ തന്നെയാണ്. നമുക്ക് അക്കാഡമിക്കലി മാത്രമല്ല, പക്ഷെ എന്ത് ഇമോഷണലായാലും എന്തുണ്ടെങ്കിലും നമ്മളെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ടീച്ചേഴ്സും ഫാക്കൽറ്റീസും തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം എടുക്കുമ്പോഴെങ്ങാനും ഭയങ്കര ടെൻഷൻ വരാം, സ്ട്രെസ് വരാം, അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടാ? ഇടയ്ക്ക് ഏറ്റവും അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര അസുഖങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇവിടെ അമ്മമാരെ പോലെ തന്നെയാണ് എല്ലാവരും. അങ്ങനെ തന്നെയാണ്. മോളുടെ പേര് ലക്ഷ്മി ഘോഷ്. വീട് എവിടെയാ? അവണൂർ. ഇനി അടുത്ത ആള് പേരെന്താ? എൻ്റെ പേര് സിയ. ഞാൻ പറഞ്ഞ സീക്രട്ട് ആർട്സിലാണ് പഠിച്ചത്. എനിക്ക് ഡോക്ടർ ആവുന്ന ചെറുപ്പം മുതൽ ഒരു ഹൈസ്കൂൾ മുതലൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ ആവും അങ്ങനെയൊന്നും എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടോ ഡോക്ടേഴ്സ് ഉണ്ടോ? ഇല്ല, എന്റെ ഫാമിലിയിൽ ആരും ഡോക്ടർ. പിന്നെ എന്താ ഡോക്ടർ ആവണമെന്ന് ഒരു ആഗ്രഹം തോന്നാൻ കാരണം? എനിക്ക് പെട്ടെന്ന് അതുവരെ ഡോക്ടർ മെഡിക്കൽ ഫീൽഡിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹൈസ്കൂളൊക്കെ എത്തിയപ്പോ ആ ഒരു സമയപ്പോഴാണ് എനിക്ക് ഉള്ളിന്നൊരു ഇൻസ്റ്റിങ്ക്റ്റ് വന്ന പോലെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ആഗ്രഹം വന്നു. പിന്നെ എനിക്ക് അങ്ങനെ എങ്ങനെ ആവണ്ട അതിനെ കുറിച്ചൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ക്രാഷിന് ഇവിടെ ജോയിൻ ചെയ്തു. ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും ഇവിടുത്തെ എല്ലാവരും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരു ജേർണി ഈസി ആക്കി തന്നതും. എനിക്ക് അത്ര, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അത്ര ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഡോക്ടർ ആവേണ്ടതെന്നുള്ളത്. ഇവിടെ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സഫലമാവുമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ആണ് എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായത്. ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടി. എവിടെ വീട് മോളുടെ? എന്റെ വീട് കോലഴിയിലാണ്. അച്ഛൻ എന്താ ചെയ്യണേ? അച്ഛൻ ഇലക്ട്രീഷ്യൻ ആണ്. അമ്മ വർക്കില്ല, ഹൗസ് വൈഫ് ആണ്. അപ്പൊ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ. അപ്പൊ അച്ഛനമ്മയൊക്കെ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? എൻ്റെ പേര് റേച്ചൽ ബിനു. വീട് ഇവിടെ കപ്പൽപ്പള്ളി അരിമ്പൂര് അവിടെയാണ്. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആയിരുന്നു എൻ്റെ ഡ്രീം. അപ്പോൾ അവിടെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും സിനുജിലേക്ക് അതിലെ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അതൊരു വലിയ പാട്ട് തന്നെയാണ്. ഇവിടുത്തെ സപ്പോർട്ടും ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ നോർമൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കോച്ചിങ് സെൻറ്റർ അല്ല ഇത്.
അതിൽ നിന്ന് വ്യത്യസ്തമായി ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയി എന്നാൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കുറേ മൊഡ്യൂളും കുറേ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കണ്ടു കേട്ടോ. അതൊക്കെ തന്നെയാണ് എക്സാമിന് ഹെൽപ്പ് ചെയ്തത്. സീനിയർ ജില്ലയുടെ മൊത്തം ഒരു അറ്റ്മോസ്ഫിയറാണ് ഞങ്ങൾ എല്ലാവരും തൃശ്ശൂരിലേക്ക് എത്തിച്ചതും മറ്റു വലിയ വലിയ കോളേജിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ നല്ല വലിയ വലിയ കോളേജിലൊക്കെ എത്തി. ഒക്കെ ഒരു സീനിയർ ജില്ലയുടെ ഒരു സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് അറിഞ്ഞ സീനിയർ ജില്ല ആക്ച്വലി ഞാൻ +1 +2 എനിക്കിങ്ങനെ കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് നീറ്റ് എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു വലിയ കോളേജ് അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിലൊരു ഐഡിയ. അപ്പോഴാണ് എൻ്റെ വീട് ഈ വെസ്റ്റ് ഫോർട്ടിൻ്റെ ഈ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ അടുത്തുള്ളത് നോക്കി. എനിക്ക് ട്രാവലിംഗ് എളുപ്പമായിട്ട് അങ്ങനെയാണ് ഇവിടെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും സീനിയർ ജില്ല എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. എനിക്ക് സേക്രഡ് ഹാർട്ട്സ് ക്ലാസ് കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാം, ഇവിടുന്ന് നേരെ ബസ് എനിക്ക് വീട്ടിലേക്കും കിട്ടും. അപ്പം എന്തുകൊണ്ടും എനിക്ക് ഒരു ജിയോഗ്രഫിക്കലായിട്ടും എല്ലാം കൊണ്ടും എനിക്ക് സീനിയർ ജില്ല എനിക്കൊരു നല്ല ഓപ്ഷനാണ്. അതുപോലെ തൃശ്ശൂരിന്റെ എല്ലാവർക്കും ഇവിടെ വന്നു പോകാൻ ഭയങ്കര ആക്സസ് ആണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ തൃശ്ശൂർക്കാരാണോ? അല്ല നമുക്ക് തൃശ്ശൂരിൽ നിന്നുണ്ട്, അതിന്റെ പുറത്തു നിന്നുണ്ട്, ലക്ഷദ്വീപിൽ നിന്നും. ഇപ്പോ ഞങ്ങൾക്ക് കാശ്മീരിൽ നിന്നൊക്കെ ഒരു കുട്ടിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഓൾ ഇന്ത്യയിലുണ്ടെങ്കിലും തൃശ്ശൂരിൽ നിന്നുണ്ട് കേട്ടോ. തൃശ്ശൂർ ആയതുകൊണ്ട് മെയിൻ ആയിട്ട് തൃശ്ശൂർകാർ തന്നെയാണ്. ബട്ട് എല്ലാത്തവർക്കും വരാം, സീറ്റ് കിട്ടാം. പപ്പയും മമ്മിയും ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പോ ഈ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം ഇന്നു മുതലേ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന? എനിക്ക് എല്ലാ പ്രൊഫഷനും ആക്ച്വലി ഇഷ്ടമാണ്. അപ്പോൾ ഡോക്ടറോട് എന്താ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ഈസി ആയിട്ട് ഈ 3 സബ്ജക്ട്സ് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഡോക്ടറായ കൊള്ളാം, എനിക്ക് പറ്റുന്ന പണിയാണ് എനിക്ക് തോന്നി. എനിക്ക് പഠിക്കാനും എനിക്ക് പിന്നെ ആക്റ്റീവ് ആയിരിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, അതൊരു പ്രൊഫഷൻ എന്നുള്ളതിലുപരി ഒരു സർവീസ് കൂടിയാണ്. അതെ. അപ്പൊ എനിക്ക് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചെടുക്കാനൊക്കെ ഇഷ്ടം. അപ്പൊ നോക്കിയപ്പോ ഡോക്ടേഴ്സ് എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്, ഒരു സോഷ്യൽ നല്ല ഒരു എക്സ്പോഷറുള്ള ജോലിയാണ്. അപ്പൊ എനിക്ക് പറ്റിയൊരു പണിയാന്ന് എനിക്ക് തോന്നിയത്. അപ്പൊ അതുപോലെ തന്നെ അവിടെ എത്തും ചെയ്തു. അതെ, തൃശ്ശൂർ തന്നെ കിട്ടി. ഇനിയിപ്പോ ഏതാണ് അതിന്റെ സ്പെഷ്യലൈസ് ചെയ്യണമെന്നാണ്? ആക്ച്വലി ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പണ്ട് എനിക്ക് ഗൈനക്കോളജി ഒക്കെ ഇഷ്ടമായിരുന്നു. ഇപ്പൊ പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മള് കോളേജിലെത്തി എല്ലാ ഫീൽഡും ഒന്ന് കാണുമ്പോ നമുക്ക് കിട്ടും നമുക്ക് എവിടെയാണ് നമ്മുടെ സ്ഥലം നമുക്ക് അപ്പം മനസ്സിലാവും. അതെ. നമ്മൾ മുൻപേ പറഞ്ഞല്ലോ 18 കുട്ടികൾക്ക് MBBS മെറിറ്റിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 4 കുട്ടികളെയാണ് പരിചയപ്പെട്ടത്. അത് തൃശ്ശൂർ കിട്ടിയവര്. ഇനി വേറെ കേരളത്തിലത്തെ പല മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടുള്ള വേറെ കുട്ടികളുണ്ട്. പക്ഷെ അവരൊക്കെ ഇന്ന് വരാൻ പറ്റിയില്ല. അവർ പല അഡ്മിഷൻ്റെ ഒക്കെ തിരക്കിലാണ്. പക്ഷെ വേറെ 2 കുട്ടികളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അവർ 2 പേരാണ് ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി അവരുടെ എക്സ്പീരിയൻസ് പറയും. എൻ്റെ പേര് അമൃത. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പാലക്കാടാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിന്നത്. ഇവിടെ ആകുമ്പോൾ ഭയങ്കര ഒരു നമ്മുടെ വീട്ടിൽ ഉള്ള പോലെ തന്നെയാണ്. ഇവരൊക്കെ നമുക്ക് അമ്മയെ പോലെയൊക്കെയാണ്, നല്ല കെയറിങ് ഒക്കെയാണ്. വീട്ടിൽ നിന്ന് മാറി നിന്നൊരു ഫീലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു MBBS സീറ്റ് കിട്ടിയതിൽ ഞാനും എൻ്റെ ഫാമിലിയും ഭയങ്കര സന്തോഷത്തിലാണ്. എൻ്റെ പേര് അമർജിത്ത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് വരുന്നത്. വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് തന്നെയാണ് മാറി നിൽക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മിസ്സുമാരെല്ലാം തൃശ്ശൂർ തന്നെയാണ്. അപ്പൊ ഇവിടെ ഹോസ്റ്റലിലാണോ നിന്നേ? ഹോസ്റ്റലാണ്. അത് ഹോസ്റ്റലിൽ നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു. പിന്നെ മിസ്സുമാർ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാനായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട് അടുത്തായിട്ട് തന്നെ ഞാൻ ഹോസ്റ്റലിലാണ് നിന്നത്. പിന്നെ ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് സേഫ് സീറ്റ് ഉറപ്പിക്കാൻ പറ്റി. നമ്മളിപ്പോൾ MBBS സീറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികളുടെയൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് കേൾക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആദിയുടെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേ കസേരക്കിട്ട് ആളതേ കൊണ്ടിരുത്തിയേക്കാണ് അമ്മയുടെ അടുത്ത് തന്നെ. അപ്പം അമ്മയുടെ സ്ഥാപനത്തിൽ പഠിച്ച മകൻ എന്താ പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. കാരണം ഞാൻ കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, കുഞ്ഞു കുട്ടികളായിട്ടാ. ഇതുപോലെ ഒന്നല്ല, പക്ഷെ എന്നാലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കുറേ പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ബുദ്ധിമുട്ടാണ് സ്വന്തം മോനെ പഠിപ്പിക്കാൻ. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. പിന്നെ പഠിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ബോറടി, മൂഡ് ഓഫ്, വിശപ്പ്, ദാഹം, അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. പിന്നെ അവിടെ നിന്ന് ഉറക്കം വരല്. അപ്പം നമുക്ക് തന്നെ ഭ്രാന്താവും. ആ സമയം ബാക്കി പിള്ളേരെ പഠിപ്പിക്കുന്നത് നമുക്ക് സുഖമാണ്. അപ്പോൾ എനിക്കപ്പോൾ ഇവരുടെ കാര്യം ഇങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ. അപ്പോൾ അമ്മയുടെ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമുക്ക് രസമായിരുന്നു. നല്ല സ്വന്തം അമ്മയുടെ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കുക പറയുമ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും നല്ല രസമായിരുന്നു. പിന്നെ അമ്മയുടെ എനർജി പറഞ്ഞാൽ അത്രയും വലുതാണ്. അതായത് അമ്മയുടെ എനർജിയാണ് പല സമയത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് കുറേ എക്സാംസ് കഴിഞ്ഞ് ആകെ എക്സോസ്റ്റഡ് ആകുമ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് അമ്മയാണ്. അപ്പോൾ വീട്ടിലായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും നന്നായി മോട്ടിവേറ്റ് ചെയ്യുന്നു. അധികം സ്ട്രെസ്സ് ചെയ്യിപ്പിക്കുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നാണ്. അല്ലാണ്ട് നമ്മൾ ഓവറെ സ്ട്രെസ് ചെയ്യിക്കുക, അല്ലാണ്ട്
അങ്ങനെ നമ്മൾ വാങ്ങണം പറഞ്ഞ ചൂടാവുക അങ്ങനത്തെ ഇതൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ നല്ല രസത്തിൽ തന്നെയായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. ഞാൻ TRKHS വാണിയംകുളം, ഒറ്റപ്പാലം സൈഡിൽ വാണിയംകുളത്താണ് പഠിച്ചത്. +2 വരെ പഠിച്ചത് അവിടെയാണ്. ചെറുപ്പത്തിൽ ഉണ്ടാകുന്നില്ല, പിന്നീട് ഒരു 10ാം ക്ലാസ് ഒക്കെ ആയ സമയത്താണ് പിന്നെ അതിനോട് നീറ്റ് എക്സാമിനെ പറ്റി കൂടുതൽ അറിയണത്. ഇപ്പം അമ്മ പണ്ട് മുതലായ ഒരു ഇതിലാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതൽ നീറ്റ് എക്സാം പറ്റി അറിയായിരുന്നു, പക്ഷെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയതൊക്കെ ഈ 10+1 ആ സമയത്താണ്. പിന്നെ നീറ്റ് ക്രാക്ക് ചെയ്തൊരു നല്ലൊരു കോളേജിൽ സീറ്റ് വാങ്ങണമെന്ന് ആഗ്രഹം വന്നു, നല്ല രീതിയിൽ തന്നെ ഒരു ആഗ്രഹം വന്നു. നാഗ്പൂരാണ്, അതെ, എയിംസിലാണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനൊരു കോളേജ് പറഞ്ഞാൽ പലർക്കും സ്വപ്നമാണ്. അപ്പൊ അങ്ങത് നേരിട്ട് കണ്ടപ്പോൾ നമ്മളവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു അത്യാവശ്യം വലിയ കോളേജാണ്, അത്യാവശ്യം ഒരു ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തുനിന്ന് വരുന്ന പിള്ളേരാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കൾച്ചറലി ഒരു ഡിഫറെൻ്റ് ആയിട്ട് സ്ഥലത്ത് പോകുമ്പോൾ പലതരം എക്സ്പോഷർ കിട്ടൂല. അപ്പം ഒരു 5 കൊല്ലം കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മളൊരു പുതിയ ആളായിരിക്കും. ഒരു നല്ല ഡോക്ടറായിട്ടും പിന്നെ നമുക്ക് ഇന്ത്യ ഫുൾ മനുഷ്യനായിട്ടും ഒക്കെ നമുക്ക് വരാൻ പറ്റും. ഉണ്ട്, ഒരു 6-8 പേരോളം മലയാളികളുണ്ട്. ഇന്ത്യയുടെ ഒരു എല്ലാ ഭാഗത്തുനിന്നും അത്യാവശ്യം നല്ല പിള്ളേരുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് ഒരു നല്ലൊരു നേട്ടം കൈവരിക്കുമ്പോൾ ഒരു ടീച്ചർക്ക് ഉണ്ടാകുന്ന അഭിമാനമുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ആ സ്റ്റുഡൻറ്റ് സ്വന്തം മകനും കൂടിയാകുമ്പോൾ ആ ടീച്ചർ അമ്മയും കൂടിയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. അമ്മ എന്ന രീതിയിൽ ആക്ച്വലി ശരിക്കും നീറ്റ് കോച്ചിങ്ങിന് വരുന്ന കുട്ടികളുടെ പേരൻസിനാണ് ശരിക്കും കുറേ പഠിക്കാനുള്ളത് എനിക്ക് തോന്നുക. കാരണം ഞാൻ 10-25 വർഷമായി പഠിപ്പിക്കണു. അപ്പോൾ ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചിലവർക്ക് പ്രഷർ ചെയ്താൽ പഠിക്കണവരുണ്ടാവും, ചിലവർ +1 +2 ഒക്കെ കളിച്ച് നടന്നതിന് ശേഷമാണ് ഈ റിപ്പീറ്റ് കോഴ്സിലേക്ക് വരണേ. അപ്പോൾ അതൊരു ഭയങ്കര ട്രാൻസിഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഭയങ്കരമായി ബലം പിടിച്ച് ഇവർ റിബൽസ് ആവും. അപ്പോൾ ഒരുപാട് സൈക്കോളജി നമ്മളിതിൽ പഠിക്കണം. എല്ലാ പേരൻസും ശരിക്കും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഭയങ്കര ക്ഷമയുള്ളവരാവണം. നല്ല അതെനിക്ക് മനസ്സിലാവും. അതായത് ആ പ്രായത്തിൻ്റെതായ എല്ലാ കളിയും ലാഗിങ്ങും ഒക്കെ ഇവർക്ക് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഈ പൊതുവിദ്യാഭ്യാസത്തിൽ പഠിച്ചുകൊണ്ട് ഇവർക്ക് ഭയങ്കരമായൊരു വർക്ക് കൾച്ചർ ഇല്ല. അതൊരു സത്യമാണ്. ഇപ്പോൾ CBSE പഠിക്കുന്ന കുട്ടികൾക്ക് വർക്ക് കൾച്ചർ കൂടുതലല്ല, അങ്ങനെ ഇരുന്ന് അവർക്ക് ശീലം ഉണ്ടാവും. ഇവരൊക്കെ ഈ പൊതുവിദ്യാഭ്യാസത്തിലായതുകൊണ്ട് ഭയങ്കര ഗ്രൗണ്ടിലൊക്കെ കളിച്ച് വന്നവരാ. അപ്പോൾ ഒറ്റയടിക്കുള്ള ആ ഒരു മാറ്റം നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം മാറേണ്ടത് ശരിക്കും പേരൻസാണ്. അപ്പോൾ സ്ഥാപനത്തിൽ പറയുന്ന അതേ സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ പറ്റില്ല. ഇവർ ഫോൺ എടുക്കും, അപ്പോൾ നമുക്ക് ദേഷ്യം വരും, പക്ഷെ നമ്മൾ ക്ഷമിക്കണം. നമ്മൾ ചീത്ത പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ ദേഷ്യപ്പെടും. അപ്പോൾ അവരുടെ സമയം പോവും അങ്ങനെ. അപ്പോൾ അത് ദേഷ്യപ്പെടുത്താതെ ക്വാളിറ്റി ടൈമാണ് ഇതിലെ കാര്യം. നീറ്റ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ക്വാളിറ്റി ടൈമിൽ പഠിക്കണം. അതിന് പേരൻസ് ഒരുപാട് മാറണം. അപ്പോൾ പേരൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സത്യം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഞാൻ ഒരുവിധം സക്സസ് ആയിട്ടുണ്ടെന്നാണ് അത് പറയണത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും കൊല്ലമായി നമ്മൾ കുട്ടികളെ കാണുകയാണ്. പേരൻസിൻ്റെ എന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ പേരൻസിനോട് പറയും, മാർക്ക് കുറയുമ്പോൾ പേരൻസ് ചോദിക്കണത് നിങ്ങൾ തന്നെയല്ലേ പഠിച്ചേ, അപ്പോൾ വീണ്ടും ഈ കോച്ചിങ്ങിൽ എന്താ മാർക്ക് കിട്ടാത്തതെന്ന് അവർക്കൊരു അക്ഷമയുണ്ടാവും. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ കോച്ചിങ്ങിനൊക്കെ വിടുമ്പോൾ. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പഠിക്കാനുണ്ട്. കുട്ടികൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണില്ലേ നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ വീട്ടിലൊക്കെ ഇവനിടയ്ക്ക് ഈ ഫോണിൻ്റെ ഒരു യൂസ് ഉണ്ട്. ഫോണാണ് സത്യത്തിൽ ഏറ്റവും വലിയ ശത്രു കുട്ടികളുടെ. അതൊക്കെ ടൈം കുറയ്ക്കണം, കാരണം അതൊരു വലിയ സ്വപ്നമല്ലേ. കൺസിസ്റ്റൻസി വേണം. ബുദ്ധിയൊക്കെ ആവറേജ് മതി, പക്ഷെ അത്രയും ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ ടൈം പോവാതെ അവരെ ദേഷ്യം പിടിപ്പിക്കാതെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നല്ല സ്ട്രഗിളാണ്. സത്യം പറഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പടിയൊക്കെ കണ്ടിട്ട് അതില് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് കുട്ടികളെ ഇതുപോലെ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാനായാലും ഉജ്ജ്വല ടീച്ചറായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫാമിലി മൊത്തം അതിലൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. അങ്ങനെ ടീച്ചർക്ക് ഒരു മോനും കൂടിയല്ലേ ഉള്ളത്? അതെ, അവന് ആഗ്രഹമൊക്കെ ഭയങ്കര വലുതാണ്. ഇനിയിപ്പോ എങ്ങനെയാ ജയിയാണ് ആഗ്രഹമൊക്കെ. അപ്പോൾ അത് ഈ കുട്ടികളെയൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വരുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ എപ്പോഴും വന്നിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ നന്നായി പഠിക്കണോ, സമയം ഉപയോഗിക്കണം എന്നൊക്കെ കാണുമ്പോൾ ആഗ്രഹമുണ്ട്. പക്ഷെ വർക്കിലേക്കൊന്നും എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അതെ അതെ, സാധാരണ സ്കൂൾ തന്നെയാണ്. 9ാം ക്ലാസ്സിലാണ്. ഏകദേശം ഒരു ക്ലാസ്സിൽ 50-60 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയാം അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ, നമ്മൾ എവിടെ പഠിക്കണോ അതൊന്നും അല്ല. നമ്മൾ പിന്നെ ആഗ്രഹം ഉണ്ടാവുക, ഒരു ആ തീവ്രത, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും.
പിന്നെ ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ള ഇത് നമ്മളിപ്പോൾ എല്ലാവരും പറയണ പോലെ വാല്യൂസ് ഉണ്ടോയെന്ന് നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്താൽ മതി. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലേ കിട്ടുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലാതെ വെറുതെ ഇരുന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. കുറുക്ക് വഴികളൊന്നും ഇല്ല. അതെ. അപ്പൊ ഇനി സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഇനിയായിരുന്നു 10 ഫുൾ A+ അങ്ങനെയൊക്കെയായിരുന്നു. 10 ഫുൾ A+, +2 ഫുൾ A+ ഒക്കെ ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ബയോസയൻസ്. അപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോ എങ്ങനെയാ ഈ പഠിപ്പ് മാത്രം അത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു? കളിക്കുമായിരുന്നു. ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു. പഠിത്തത്തിനൊപ്പം അതും കൊണ്ടുവരുന്നു. അപ്പൊ മറ്റേ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് മത്സരങ്ങളിലൊക്കെ? ഉണ്ട്, ഹൈസ്കൂളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പഠിപ്പ് മാത്രമായിട്ടല്ലായിരുന്നു? അല്ല, കളിക്കാനും സമയം കണ്ടിട്ടിരുന്നു. അപ്പൊ പ്ലസ് 2 കഴിഞ്ഞിട്ട് പിന്നെ ഇതിനു വേണ്ടി റിപ്പീറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ പിന്നെ ഫുൾ പഠിത്തം മാത്രമായിരുന്നു. കാരണം എന്നിട്ടും എത്ര സമയം പഠിക്കും? നമ്മുടെ ഒരു ഇവിടെ 4 മണി 5 മണി വരെയൊക്കെ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ രാവിലെ 9 മണി മുതൽ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ 6 വരെയൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കും. ഇവിടെ തന്നെ ബുക്ക് എടുത്ത് കുറെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്ന് പഠിക്കും. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഒരു 1/2 മണിക്കൂർ കിടന്നുറങ്ങുകയാണ് ചെയ്യുക, ചായ കുടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ രാത്രി ഒരു 12 മണി 1 മണി വരെയൊക്കെ രാത്രി ഇരുന്ന് പഠിക്കാനാണ് ശീലം. അപ്പോൾ രാത്രി ഇരുന്ന് പഠിക്കും. പിന്നെ രാവിലെ നീച്ച് കുറച്ച് വായിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ല, ഒരു 7 മണി ആ സമയം അപ്പോഴേ നീക്കാറുള്ളൂ. രാത്രി എത്ര വേണം ലേറ്റ് ആയിട്ട് ഇരിക്കാം. രാവിലെ നീച്ചുള്ള ശീലം. ഇനിയിപ്പോൾ കോളേജിൽ വരുമ്പോൾ രാവിലെ 8 മണി മുതൽ ക്ലാസ് തുടങ്ങും മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അത് ശീലം ഒന്ന് മാറ്റണം. അതിനനുസരിച്ചിട്ട് രാത്രി ഇനി അധികം അത്ര നേരം ഇരിക്കാൻ പറ്റില്ല. ഹോസ്റ്റൽ നല്ല ഹോസ്റ്റലാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ ഒരു റൂമിൽ 2 പേരാണ്. സെക്കൻഡ് ഇയർ മുതൽ സിംഗിൾ റൂം കിട്ടും. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്റ്റലാണ്. പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പറയുന്നു വേണ്ട, പക്ഷെ പഠിക്കണോടത്ത് ഇങ്ങനെ നേരം നടന്നുകൊണ്ടിരിക്കും. ഒരു മണിക്കൂറിൽ തന്നെ ചിലപ്പോൾ 2-3 തവണ എണീറ്റ് നടക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം പ്രിപ്പറേഷനിലെ എന്നായിരുന്നു എക്സാം? മെയ് 4-നാണ് എക്സാം. ഏപ്രിലാണ് നമ്മുടെ എമ്പുരാൻ സിനിമ ഇറങ്ങണേ. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ഫോക്കസ്ഡ്. അപ്പം മോൻ്റെ കാര്യം മാത്രമല്ലല്ലോ, അവനെയൊക്കെ ഞാൻ പിന്നീട് നോക്കുക. നമുക്ക് സ്ഥാപനത്തിലെ എല്ലാ കുട്ടികളെയും നോക്കണം. അപ്പോൾ അത്രയും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പോണ സമയത്ത് ഇവൻ കാലത്ത് വന്നിട്ട് ഏപ്രിൽ പറയാം എനിക്ക് എമ്പുരാൻ്റെ റിലീസിൻ്റെ തന്നെ സിനിമ കാണണം. അപ്പം പെട്ടെന്ന് ഞാൻ ഞെട്ടിട്ടേ കാണണം. ഞാനേ ഇവൻ നീറ്റ് ഫോക്കസ് ചെയ്തിട്ട് അപ്പം ഞാൻ ഒന്ന് പേടിച്ചിട്ടുണ്ട്. അതുവരെ എനിക്ക് അത്ര പ്രശ്നമില്ല. ഇവൻ സിനിമയൊക്കെ ഇടയ്ക്കൊക്കെ വിഷുവിന് സിനിമ കണ്ടുണ്ട്, അതിന് മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും പഠിക്കണമുണ്ട്. പക്ഷെ റിലീസിന്റെ തന്നെ സിനിമ കാണുന്നപ്പോൾ ഞാൻ ഞെട്ടിയിട്ടാ. അപ്പൊ പിന്നെ നോ പറഞ്ഞാൽ എനിക്കറിയാം അത് പ്രശ്നമാവും. അപ്പൊ പിന്നെ ആ ദിവസം പോണ്ടാന്ന് എന്നാ പോട്ടെ, അപ്പൊ അതങ്ങോട്ട് കഴിയൂലോ. നമുക്കറിയാം വേറെ എന്നൊക്കെ പോയ ഡിസ്ട്രാക്ഷൻ വരും. പക്ഷെ ചില സമയത്ത് നമ്മളങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തു. പക്ഷെ അതൊക്കെ പറഞ്ഞു ഞാൻ അതിനനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്ത് പഠിച്ചോളാം, പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ വിട്ടു, അതൊക്കെ കണ്ടു, കുഴപ്പമില്ല. അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ലേ? ഞങ്ങള് സിനിമയ്ക്ക് പോകും ഫാമിലി ആയിട്ട്. ഇവനധികം വിടാറില്ല കേട്ടോ, അത് സത്യം തന്നെയാണ്. ഇക്കൊല്ലം നന്നായിട്ട് അതെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് റിലാക്സേഷൻ ഫുഡാണ് അവൻ്റെ മെയിൻ കാര്യം. അത് ഇടയ്ക്ക് പോയിട്ട് എല്ലായിടത്തെ ബൂസ്റ്റർ കഴിഞ്ഞാലും ഫ്രണ്ട്സായിട്ടും അവിടെ പോയി ഫുഡ് കഴിക്കും. അവൻ്റെ റിലാക്സേഷൻ അതാണ്. അതെ അതെ. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എയിം ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനോട് എന്താണ്, കുട്ടികളോട് എന്തിട്ടാ പറയാനുള്ളത്? നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒരു വലിയ കോമ്പറ്റീറ്റീവ് ആയൊരു എക്സാമാണ്. അപ്പം നമ്മളെ പോലെ തന്നെ കുറേ പേര് പഠിക്കുന്ന പരീക്ഷയിൽ നമ്മളിപ്പോൾ ആലോചിക്കുക, നമ്മൾ കളയുന്ന സമയം മറ്റുള്ളവരിരുന്ന് പഠിച്ച് നമ്മുടെ ഫ്രണ്ടിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമുക്ക് വേറൊരു കാര്യത്തിനും കളയാൻ സമയമില്ല. അപ്പോൾ അതെപ്പോഴും ആലോചിക്കുക. നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവും, എന്നാലും നമ്മൾ ഒരു ലോങ് ടേം ഐഡിയ വെച്ചിട്ട് വേണം പോകാൻ. കാരണം എന്നാലാണ് ഫൈനൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ പാരന്റ്സിന് എന്തിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു? പാരൻസ് നോക്കേണ്ടത് അവർ ഡീവിയേറ്റ് ചെയ്ത് പോണില്ലല്ലോ എന്നുള്ളതാണ്. ക്വാളിറ്റി ടൈം പഠിക്കണില്ല എന്നുള്ളതാണ്. മാർക്ക് കുറയുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറയണം ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവരോട് നമുക്ക് ക്ഷമ ഉണ്ടാവണം. അതാണ്, ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഏറ്റവും വലുത് പാരൻസിൻ്റെ ക്ഷമയും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അവരെ ദേഷ്യം പിടിപ്പിച്ചാലോ പ്രകോപിപ്പിച്ചാലോ ഫോൺ തട്ടിപ്പറിച്ചാലോ ഒന്നും കാര്യമില്ല. ഉള്ള സമയം കൂടെ പോവേ ഉള്ളൂ. അപ്പോൾ അവർ തന്നെ നമുക്ക് സ്വമേധയാ തരുന്ന രീതിയിലേക്ക്. കാരണം അവർക്കത് ആഗ്രഹമുണ്ട്. ആഗ്രഹം സാധ്യമാകുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ടുഗദർ ജേണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക. ടീച്ചേഴ്സായിട്ട് എപ്പോഴും ഇൻറ്ററാക്ട് ചെയ്യുക. എക്സാമിൽ മാർക്ക് കുറഞ്ഞാൽ അവരെ സമാധാനിപ്പിക്കുക, കൂടി അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് പറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റുമെന്ന് അവരോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം നമ്മൾ. അത്രയേ ഉള്ളൂ.
അപ്പോൾ നിങ്ങളുടെ പിള്ളേരെയൊക്കെ സിനി ഉജ്ജ്വല ടീച്ചർമാരുടെ ക്ലാസ്സിൽ ചേർത്തണമെങ്കിൽ ഇതേ അതിൻ്റെ നമ്പറൊക്കെ തരാം നമ്മൾ. ഇത് തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ടയിലാണ്. ഈ ഒരു ബിൽഡിങ്ങിലുണ്ട് ഒരു ഇത്. പിന്നെ ഈ ബിൽഡിങ്ങിലായിരുന്നു നമ്മൾ ഇത്ര സമയം. പിന്നെ ആ ബിൽഡിങ്ങിലുണ്ട്, 3ാമത്തെ നിലയിൽ ആ ബിൽഡിങ്ങിലുണ്ട്. പിന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നീങ്ങാം അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ നന്ദി, നമസ്കാരം.